ഒരു ടർബോ ചാർജ്ഡ് സായന്തനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. മെയ് 23-ന് പടം ഇറങ്ങുകയാണ്. ജോസിനെ കാണാൻ, ജോസ് അച്ചായനെ കാണാൻ എല്ലാവരും തിയേറ്ററിൽ എത്തണം. മലയാളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മാസ് ഹീറോയായി അവതരിക്കുന്ന ടർബോ. ടർബോയുടേതായി റിലീസായ ട്രെയിലർ വൻ ജനപ്രീതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത്. ഇതുവരെ മികച്ച ചിത്രങ്ങൾ മാത്രം മലയാളികൾക്കു സമ്മാനിച്ച മമ്മൂട്ടി കമ്പനിയിൽ നിന്നും ആദ്യമായി ഒരു മാസ് മസാല ചിത്രം പ്രേക്ഷകർ മുന്നിൽ എത്തുമ്പോൾ തങ്ങൾ നിരാശരാകേണ്ടി വരില്ല എന്നു തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ ട്രെയിലർ ലോഞ്ചിനിടെ ടർബോയുടെ തിരക്കഥാകൃത്ത് കൂടിയായ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാകുന്നു. അദ്ദേഹം ട്രെയിലർ ലോഞ്ചിനിടെ സംസാരിക്കുന്നത് നമുക്കൊന്ന് ശ്രവിക്കാം. എല്ലാവർക്കും കുടുംബസമേതം ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജോസേട്ടായി, റേഞ്ചിന് സ്വന്തം ജോസേട്ടായി ആയിട്ടാണ് നമുക്ക് വരുന്നത്. ടർബോ എന്നുള്ള പേരിട്ടപ്പോൾ തൊട്ട് അതിനൊരു ഹൈപ്പ് ഉണ്ട്. എന്നാലും ഇതിനകത്ത് ഹ്യൂമർ ഉണ്ട്, ആക്ഷൻ ശ്രമിച്ചിട്ടുണ്ട്, ഇമോഷൻസ് ഉണ്ട്. അപ്പോ നമുക്ക് ഇന്റർവ്യൂ പറഞ്ഞ പോലെ അടിയോടടിയാണോ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ തരാത്ത പുള്ളി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ചെറിയ ശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതിനെ എല്ലാം പരമാവധി പറ്റണ പോലെ ഒരുക്കിയിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഈ സിനിമ നിങ്ങളുടെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു ടർബോ ചാർജ്ഡ് സായന്തനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. മെയ് 23-ന് പടം ഇറങ്ങുകയാണ്. ജോസിനെ കാണാൻ, ജോസ് അച്ചായനെ കാണാൻ എല്ലാവരും തിയേറ്ററിൽ എത്തണം. അതിന് ചെറിയൊരു സാമ്പിള് നമ്മുടെ സ്ക്രീനിൽ വരുന്നതാണ്. ഇതുവരെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച, മലയാള സിനിമയെ പ്രോത്സാഹിപ്പിച്ച, തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്ന ദുബായിലെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് the way you are reinventing Kannada cinema is just amazing. The way you are getting Kannada cinema to the world is just amazing. Adu kanda experience in Malayalam cinema. Actually, I was very scared the first day when I came to the set and I had a scene with Mammootty sir and I had Malayalam dialogues. Okay. I knew Malayalam a little, but the moment I saw Mammootty sir, I forgot everything. And I was very scared. Then actually he only guided me and he told the intonation, how to act and everything. So it was a very good experience and very good learning too. Sir, എന്നാ മലയാളം അറിയാലോ. മലയാളം അറിയും. ഇപ്പൊ മലയാളത്തിൽ എല്ലാം വേണ്ടിയിട്ട് തെല്ലും ടർബോനെ സെറ്റ് മതി. വേണ്ട, ഇത് ട്രെയിനിൽ കൊണ്ടുവരാം. മലയാളത്തിൽ നമ്മുടെ ആൾക്കാർ ദുബായിക്കാരോടെല്ലാവരും. അതെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. സോ യു ആക്ച്വലി സ്പെൻഡ് യുവർ വീക്കെൻഡ് ഫോർ us. താങ്ക് യു സോ മച്ച്. താങ്ക് യു.